ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എൻലൈറ്റ്മെൻറ്റ് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ ഇത് എൻലൈറ്റ്മെൻറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നേരത്തെയും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നൊരു വീഡിയോയാണ്. അപ്പോൾ എൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ മനസ്സും എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ സബ്സ്ക്രൈബർ ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഈ പ്ലാനകത്ത് അല്ലാത്ത വീഡിയോ അല്ല, ഒരേ മൈൻഡാണ് എല്ലാവരുടെയും എന്നറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ഗൂഗിൾ ചെയ്യുക എൻലൈറ്റ്മെൻറ്റ് മീനിങ്. ഇംഗ്ലീഷിൽ അവയർനെസ് എന്ന് വരും, അവബോധം. മലയാളത്തിൽ വരുമ്പോഴത്തേക്കും ജ്ഞാനോദയം. അപ്പം എന്താണ് ജ്ഞാനം? നമ്മൾ ആരെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും ബുക്കിൽ നിന്ന് പഠിക്കുന്ന കാര്യമാണ് നോളജ്, അറിവ്. എന്നാൽ ആ അറിവ് നേടിയ ശേഷം നമ്മളത് അപ്ലൈ ചെയ്ത് അത് മനസ്സിലാക്കി കഴിയുമ്പം അത് ജ്ഞാനമായി തീരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജ്ഞാനം എന്താണെന്നും അത് അനുഭവത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എല്ലാ കാര്യവും. എന്നാലേ ഉള്ളൂ അത് റിയൽ ആയിട്ടുള്ള നമ്മളുടെ ആയിത്തീരുകയുള്ളൂ. മറ്റത് ആരോ എഴുതിയൊരു ബുക്കിലെ കാര്യം മാത്രമാവും. ഇത് പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാർക്ക് കിട്ടും, കാണാപ്പാഠം പഠിച്ചെഴുതിയാൽ മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഒരു ബുക്ക് വായിച്ച ശേഷം, നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ തന്നെ ഒരു ബുക്ക് വായിച്ച ശേഷം അത് പഠിച്ച ശേഷം ആ ബുക്കിലെ കാര്യങ്ങൾ എഴുതി വെക്കരുതെന്ന് പറയുന്നത്. അതുപോലെ എഴുതി വെക്കരുത്. നമ്മൾ എന്താണോ മനസ്സിലാക്കി അത് വെച്ച് എഴുതുക. അതാണ് യഥാർത്ഥത്തിൽ നല്ല കാര്യം. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു, ആ പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതാണ് യഥാർത്ഥ വിസ്ഡം. നോളജും വിസ്ഡവും രണ്ടും രണ്ടാണ്. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തെ കാര്യങ്ങൾ അവർ അപ്ലൈ ചെയ്ത് നോക്കും സ്വയമേ. ചിലത് വെറുതെ കണ്ടുകൊണ്ടിരിക്കും, എന്നിട്ട് അവരത് ഒരു അറിവായി അവർക്ക് കിട്ടും. അവർക്ക് വേറെ ആളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഉപദേശം ഒക്കെ പറ്റും മറ്റുള്ളവരെ. പക്ഷെ അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത ആ അനുഭവത്തിനെയാണ് ഞാനെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ബോധം ഉണ്ട്, കോൺഷ്യസ് എന്ന് പറയും. ആ കോൺഷ്യസ് ആയിട്ടുള്ള ആ ഒരു ലെവലിൽ നമ്മൾ ബോധം മണ്ഡലം ഉണർന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും യഥാർത്ഥ സത്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് പിടികിട്ടാതെ വരും. അതുകൊണ്ടാണ് ഈ സമൂഹത്തിൻ്റെ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതൊരു പ്രോഗ്രാമിംഗ് ആണെന്ന് മനസ്സിലാക്കണം. പരസ്യം പോലും, ഇപ്പോൾ പരസ്യത്തിനകത്ത് പല കാര്യങ്ങളും വരും. ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ക്രീം തേച്ച് കഴിഞ്ഞാൽ മുഖം വെളുക്കും എന്ന് പറയും. അതാണ് ഒരു പ്രോഗ്രാമിംഗ് ആ സംഭവം. ആ കമ്പനി ആ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഒരു സിനിമ നടനെയോ നടിയോ ഇരുത്തിക്കൊണ്ട് പറയിപ്പിക്കുക. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ, ആ ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ ഫേഷ്യലും എല്ലാം ചെയ്യുന്നത് പയറുപൊടി ഉപയോഗിച്ചാൽ, നാച്ചുറലാണ്. അപ്പം സ്ക്രബ്ബർ ഒന്നും വേണ്ട. പിന്നെ ഇതാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്, കൈ കഴുകാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ആ ഒരു അറിവ് എനിക്ക് കിട്ടി. ആ ഒരു അറിവ്, അതാണ് സത്യം. മറ്റേത് അസത്യമാണ്. മറ്റേത് അൺനാച്ചുറൽ പ്രോഡക്റ്റ് കമ്പനി ഉണ്ടാക്കി, ഒരു ഫാക്ടറി ഉണ്ടാക്കിയ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ ഇത് ഇങ്ങനത്തെ പ്രോഗ്രാം, പല തലത്തിലുള്ള പ്രോഗ്രാമുകളാണ് ചുറ്റും നടക്കുന്നത്. അത് മനുഷ്യൻ്റെ ആവശ്യം അനുസരിച്ച് അവൻ്റെ നിലനിൽപ്പിനും അവന് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയും എല്ലാം മനുഷ്യനിങ്ങനെ മറ്റുള്ളവരെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ വിഷൻ മാറുക. അവിടെ നമുക്ക് യഥാർത്ഥ എൻലൈറ്റ്മെൻറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കലാമണ്ഡലത്തിലുള്ളൊരു ടീച്ചറും ഡാൻസറും അവർ വേറൊരാൾ കറുത്തിരിക്കുന്നതുകൊണ്ട് ഇത് നൃത്തം ചെയ്യാൻ പാടില്ലെന്നുള്ള കൺസെപ്റ്റ് അവർക്കുള്ളതുകൊണ്ട് അവർ മാറി നിൽക്കാൻ പറഞ്ഞൊരു
അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. ഇപ്പം എന്നോടാ പറയുന്നതെങ്കിൽ ഞാൻ ഒന്നാമത്തെ കാര്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകത്തേ ഇല്ല. അതാണ് എനിക്ക് കാണുമ്പോൾ അറിയാം ഈ ഇറ്റ്സ് എ പ്രോഗ്രാം, അവരെ പ്രോഗ്രാം ജീവിച്ചിരിക്കുക. അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. ഒന്ന്, ഞാനവിടെ പോകത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരോട് മിങ്കിൾ ചെയ്യത്തില്ല. അല്ലാതെ ഉള്ള സ്ഥലങ്ങളിൽ ഡാൻസ് കളിക്കും, എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അത് ചെയ്തിരിക്കും. പക്ഷേ അവിടെയാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് ഒന്ന്. പിന്നെ രണ്ടാമത്, ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ മാറിപ്പോകത്തേ ഉള്ളൂ, അവിടെ നിന്ന് തർക്കിക്കാനും നിൽക്കത്തില്ല. കാരണം അതാണ് കോൺഷ്യസിൻ്റെ ലെവല, ബോധത്തിൻ്റെ ഒരു വ്യത്യാസം അവിടെ വരുന്നത്. നമുക്ക് വേറെ ആളെ മാറ്റാൻ പറ്റത്തില്ല. കാര്യം അവര് ഈ എൻലൈറ്റ്മെന്റ് നിങ്ങൾ വാക്ക് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും എല്ലാവരും ശരിക്കും എൻലൈറ്റൻഡ് ആണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവർ ഉൾപ്പെടെ, ടീച്ചർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ആ ഡാൻസർ ഉൾപ്പെടെ എൻലൈറ്റൻഡ് ആണ്. എപ്പം എന്ന് കുട്ടിയായിരുന്നപ്പോൾ പ്രസൻസിലാണ്, പ്യുവർ പ്രസൻസിലാണ് അവർ ജീവിച്ച് വളർന്നത്. പിന്നെ എന്താണ് അവർക്ക് സംഭവിച്ചത്? പ്രോഗ്രാം ചെയ്തു. കറുത്തവർ, വെളുത്തവർ, പൊക്കമുള്ളവർ, പൊക്കം കുറഞ്ഞവർ, സമ്പന്നർ, താഴ്ന്നവർ, താഴെത്തട്ടിലുള്ളവർ, ഇങ്ങനെ സമൂഹം പ്രോഗ്രാം ചെയ്തതിൻ്റെ ആ പ്രോഗ്രാം എത്രമാത്രം ഒരാളിലേക്ക് കയറിയോ അത്രമാത്രം അവർക്ക് വിഷൻ കുറയും. അപ്പോൾ അവർക്ക് എൻലൈറ്റ്മെൻറ്റ് പിന്നെ ഒത്തിരി ദൂരത്തേക്ക് മാറിപ്പോ അവരുടെ. അപ്പം നമ്മൾ വേറൊരാളോട് തർക്കിച്ച് നിൽക്കുക എന്നുള്ളതല്ല, അല്ലെ അവരെ മാറ്റാൻ ശ്രമിക്കുക. അവർ ഇൻ്റർവ്യൂലൊക്കെ കാണുന്നുണ്ട്, ഇൻ്റർവ്യൂലൊക്കെ അവർ TV ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ അവർക്കത് മനസ്സിലാകുന്നില്ല, അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. അത്രമാത്രം പ്രോഗ്രാംഡ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രോഗ്രാം ചെയ്ത ഒരാൾ അടുത്ത് നിന്ന് നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് അബദ്ധേ ഉണ്ടാകത്തുള്ളൂ, അത് പ്രശ്നങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് മാറിപ്പോവുക. അവർക്ക് അറിയില്ല എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പം എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആളെ പറഞ്ഞ് മനസ്സിലാക്കാനോ തിരുത്താനോ ഉള്ളതല്ല, സ്വയം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും എൻലൈറ്റൻഡ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം കൊച്ചു കുട്ടിയായിട്ട് ജനിക്കുമ്പോൾ നമുക്കൊരു പ്യുവർ ആയിട്ടുള്ള സോളും പ്യുവർ മൈൻഡുമാണ്. അവിടെയാണ് പിന്നെ പ്രോഗ്രാം ചെയ്യുന്നത്. കൊച്ചു കുട്ടികളെ ഉള്ളൂ പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആ കൊച്ചു കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ട്രെയിൻ ചെയ്ത് മാറ്റും. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതെല്ലാം മനസ്സിലാക്കി പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കി റീപ്രോഗ്രാം ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ എൻലൈറ്റൻഡ് ആവും വീണ്ടും. അപ്പം ഒന്ന് ഓൾറെഡി ഉണ്ട്. ഇപ്പം ചോദ്യം ചോദിച്ച ആള് ഓൾറെഡി എൻലൈറ്റൻഡ് ആണ്, അതിൽ നിന്ന് മാറി വന്നിട്ടാണ് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചിട്ട് നിൽക്കുന്നതെന്ന് ഓർത്തോണം. അപ്പോൾ എൻലൈറ്റൻഡ് ആയിട്ട് യഥാർത്ഥത്തിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളാണ് എൻലൈറ്റൻമെന്റ് എന്താണെന്ന് അന്വേഷിക്കുന്നത്, തപ്പുന്നത്. ഓക്കെ, തപ്പുക, അന്വേഷിക്കുക. പക്ഷേ ഒരിക്കലായിരുന്നു നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ പ്യുവർ എൻലൈറ്റ്മെന്റ് ആണ്, പ്യുവർ പ്രസൻസ്, ആരോടും ഒരു വൈരാഗ്യവും ഇല്ല, ഒരു വിരോധവും ഇല്ല. പ്രസൻസ് നൗവിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പാസ്റ്റും ഇല്ല, ഫ്യൂച്ചറും ഇല്ല, ഒന്നുമില്ല. ശരിക്കും എൻലൈറ്റൻഡ് സോളാണ്. അവിടുന്ന് മാറ്റം വന്നാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം മനസ്സിലാക്കിയാലേ ഉള്ളൂ നിങ്ങൾക്ക് എൻലൈറ്റ്മെന്റ് എന്നുള്ള അർത്ഥം പൂർണ്ണമായിട്ടും മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വേറെ ആളെ മാറ്റാനൊക്കത്തില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് വേറൊരാൾ പൊക്കമുള്ള ആളാണെന്നോ സൗന്ദര്യമുള്ള ആളാണെന്നോ ഒക്കെ തോന്നലുണ്ട്, കൂടുകയോ ഒക്കെ ചെയ്യുക, കമ്പാരിസൺ കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നു. നമ്മൾ സ്വയം മാറ്റുക, നമ്മൾ പ്യൂരിറ്റിയിലേക്ക് പോകും. അപ്പം നമ്മൾ സ്വയം മാറാനേ പറ്റുള്ളൂ. അത് വേറെ ആൾ പറയാനുള്ള കാര്യമേ അല്ലിത്, വേറെ ആളെ ഉപദേശിക്കാനും പറ്റിയില്ല. അതവർ സ്വയം മാറണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സൈലൻസിലേക്ക് പോകും, നമ്മൾ അതിനൊന്നും സംസാരിക്കാൻ പോകത്തില്ല. അപ്പം നിങ്ങൾ എൻലൈറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് ഇത് മാറിക്കൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും കോൺഷ്യസ് ലെവല്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യത്തുള്ളൂ. മറ്റുള്ളവരുടെ യാതൊരു വിരോധവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ അറിയാം ഇന്ന ആൾക്കാർ ആ കോൺഷ്യസ് ആണ്, അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ലൈഫ് ഹാപ്പി ആയിട്ട് പോകത്തേ ഉള്ളൂ. മറ്റുള്ളവരായിട്ട് തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ ആ പ്രദേശത്തേ പോകത്തില്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. അവർക്കത് മനസ്സിലാകത്തില്ല, പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല. ഓക്കെ, അപ്പോൾ ആ കുട്ടികളുടെ മൈൻഡ് എങ്ങനെയാണോ അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി അത് എത്തുമ്പോഴത്തേക്കും നമ്മൾ പ്യുവർ എൻലൈറ്റ്മെന്റിൽ എത്തി എന്ന് പറയാം. അപ്പോൾ ഇതൊരു നോളജിൻ്റെ സംഭവമല്ല, വിസ്ഡമാണ്. വിസ്ഡം എന്ന് പറയുന്നത് നമുക്ക് അനുഭവത്തിലൂടെ മാത്രം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി എന്തൊക്കെ നിങ്ങൾ ചെയ്യണോ അതെല്ലാം ചെയ്ത് അനുഭവത്തിൽ കൊണ്ടുവന്ന് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് അൺഎക്സ്പ്ലെയിനബിൾ ആണ്. നമുക്ക് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഒന്നുമില്ല. ഒരാൾ എൻലൈറ്റ്മെന്റിൽ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ലൈൻ എപ്പോഴും അയാൾ സൈലൻസ് ആയിരിക്കും, അയാൾ സൈലൻസിലായിരിക്കും അയാൾ എപ്പോഴും കൂടുതലും
കാര്യം അയാൾക്ക് അവിടെ ഒന്നും സംസാരിക്കാനില്ല, അയാൾക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ എൻലൈറ്റൻഡ് ആയിരുന്നു, തിരിച്ച് ആ എൻലൈൻമെന്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തുന്ന പോലെ ഉള്ളൂ. വീട് വിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ച് വീട് തപ്പി നടക്കുന്ന പോലെയാണ്. എവിടെ എൻ്റെ വീടെന്ന് ചോദിക്കുന്ന പോലെ ഒരു ചോദ്യമാണിത്. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീടെത്തി എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമേ ഉള്ളൂ ഇതിനകത്ത്. അത്രയും സിമ്പിളാണ്, അത്രയും നാച്ചുറലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചേഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങുക. ഈ ചേഞ്ചിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഫേർട്ട് ഇടേണ്ടത്. അവിടെയാണ് നമ്മൾ കോൺഷ്യസ് എഫേർട്ട് ഇട്ട് വേണം ഇത് ശരിയാക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വഴി ചോദിക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ ലിസണിങ് മൈ വീഡിയോ. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ കൊളീഗ്സ്, ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവർക്കും അയച്ചു കൊടുക്കാം. കാര്യം മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആർക്കും മനസ്സിലാകുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഒരു മൈൻഡുണ്ട്. മൈൻഡിൽ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും സംഭവിക്കണം മനുഷ്യന്. എന്നാലേ ഉള്ളൂ മാറ്റം വരുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഫോർ നൗ.